ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിനെ US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? തികച്ചും മുൻവിധികളോടെയാണ് US മാധ്യമങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനെ സമീപിക്കുന്നത്. US മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട തലക്കെട്ടുകളിലൊന്ന് ഇങ്ങനെയാണ്: ഇന്ത്യൻ ജെറ്റുകളെ തകർത്തു. വാഷിംഗ്ടൺ പോസ്റ്റിലെ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ആക്രമണത്തിനിടെ കുറഞ്ഞത് 2 ഇന്ത്യൻ ജെറ്റുകൾ തകർന്നു വീണു. ഇതാണ് തലക്കെട്ട്. അതിൻ്റെ ദൃശ്യങ്ങളുണ്ടെന്ന് പോലും തലക്കെട്ടിൽ അവകാശപ്പെടുന്നുണ്ട്. CNN വാർത്തയുടെ തലക്കെട്ടും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്: ഇന്ത്യ പാകിസ്ഥാനിൽ ശക്തമായ ആക്രമണം നടത്തുന്നു. കുറഞ്ഞത് 5 ഇന്ത്യൻ ജെറ്റുകളെ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. ഇങ്ങനെയാണ് ആ തലക്കെട്ട്. ഇത്രയും മുൻവിധിയോടെ പച്ചക്കള്ളം US മാധ്യമങ്ങൾ എഴുന്നള്ളിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഇന്ത്യയോടുള്ള വിരോധമാണോ? അതിനേക്കാൾ US ഉന്നമിടുന്നത് റഫാൽ ഫൈറ്റർ ജെറ്റുകളെയാണ്. ഇന്ത്യ ഈ റിപ്പോർട്ടുകളെ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും ആധികാരികമല്ലാത്ത സോഴ്സുകളെ ഉദ്ധരിച്ച് ഇത്തരം വാർത്തകൾ US മാധ്യമങ്ങൾ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയല്ല US മാധ്യമങ്ങൾ ലക്ഷ്യമിടുന്നത് ഫ്രഞ്ച് നിർമ്മിത റഫാൽ യുദ്ധവിമാനങ്ങളെയാണ്. റഫാലിനേക്കാൾ US ഫൈറ്റർ ജെറ്റുകളാണ് മികച്ചതെന്ന് സ്ഥാപിക്കാനാണ് ഈ മാധ്യമങ്ങളെല്ലാം ശ്രമിക്കുന്നത്. എന്താണ് വാസ്തവം? US ജെറ്റുകൾ റഫാലിനേക്കാൾ കേവന്മാരാണോ? ഓരോ വർഷവും $1 ട്രില്യൺ പ്രതിരോധ മേഖലയിൽ US ചെലവഴിക്കുന്നത്. US അവരുടെ ഫൈറ്റർ ജെറ്റുകളെക്കുറിച്ചും ഡ്രോണുകളെക്കുറിച്ചും നാവിക സന്നാഹങ്ങളെക്കുറിച്ചും ഊറ്റം കൊള്ളുന്നു. അവയെല്ലാം ഏറ്റവും ആധുനികമാണെന്നും പൊങ്ങച്ചം പറയുന്നു. എന്താണ് ശരിക്കും യാഥാർത്ഥ്യം? യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ USനെ വെള്ളം കുടിപ്പിക്കുന്നതിനെക്കുറിച്ച് US മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു. ഊറ്റം കൊള്ളുന്ന ഈ സൈനിക കരുത്തെല്ലാം ഹൂതികൾക്ക് മുന്നിൽ തകർന്നടിയുന്നു. US സൈന്യത്തിൻ്റെ ബലഹീനതകളെയെല്ലാം തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹൂതികൾ. ചെങ്കടലിൽ എന്താണ് സംഭവിക്കുന്നത്? US സൈന്യത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നത് ഹൂതികൾ തുടരുകയാണ്. ചെങ്കടലിലെ ഓപ്പറേഷനിൽ US നാവികസേനയ്ക്ക് 3 F-18 സൂപ്പർ ഫോർനെറ്റുകൾ നഷ്ടപ്പെട്ടു. ഹൂതികൾ F-35 സ്റ്റെൽത്ത് ജെറ്റും USൻ്റെ ഒരു F-16 ജെറ്റും വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഹൂതികൾ 15 MQ-9 റീപ്പർ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം US മീഡിയ ഹൗസുകൾ ഇന്ത്യക്കെതിരെ പക്ഷപാതപരമായ റിപ്പോർട്ടുകൾ നൽകുന്നത് തുടരുന്നു. ഈ വീഴ്ചകളെല്ലാം മറച്ചുവെച്ചിട്ട് അതിനെതിരെയെല്ലാം നിശബ്ദത പാലിച്ചിട്ടാണ് US മാധ്യമങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വാർത്തകൾ പടച്ചുവിടുന്നത്. തെളിവുകളില്ലാതെ ഫ്രഞ്ച് നിർമ്മിത റഫാൽ ഫൈറ്റർ ജെറ്റുകളെ ലക്ഷ്യമിട്ടാണ് US മീഡിയ വാർത്തകൾ പടച്ചുവിടുന്നത്. റഫാലിൻ്റെ പോരായ്മകൾ തുറന്നു കാട്ടാൻ എന്ന മട്ടിലാണ് കള്ളക്കഥകൾ സൃഷ്ടിക്കുന്നത്. അതേസമയം ഹൂതികൾ F-35, F-16 ജെറ്റുകൾ എങ്ങനെ വീഴ്ത്തിയെന്ന് US മീഡിയ എഴുതുന്നതേയില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. US മാധ്യമങ്ങൾ റഫാലിനെ ദുർബലമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. എന്തിനു വേണ്ടിയാണത്? അമേരിക്കൻ ജെറ്റുകളുടെ മേൽക്കോയ്മയും ഫ്രഞ്ച് റഫാലുകളെ മങ്ങലേൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടാണ് ഈ വാർത്തകളെല്ലാം പുറത്തു വരുന്നത്. ഇതാണതിൻ്റെ ഉത്തരം. ചെറിയൊരു വിമത ഗ്രൂപ്പ് ലോകശക്തിയെ വിറപ്പിക്കുന്നു. അതിനെക്കുറിച്ച് ഈ മാധ്യമങ്ങൾ മിണ്ടുന്നതേയില്ല. ചെങ്കടലിൽ USൻ്റെ അദൃശ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന A-35 ജെറ്റ് ഹൂതികളുടെ വില കുറഞ്ഞ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാടിരയ്ക്കാണ്. US ഉദ്യോഗസ്ഥർ തന്നെ ഇത് സമ്മതിച്ചിട്ടുണ്ട്. ഒരു റഡാറിനും കാണാൻ കഴിയില്ലെന്ന് അവർ പറയുന്ന ജെറ്റാണിത്. എന്നിട്ടും ഹൂതികൾ അത് നന്നായി കണ്ടു, ആക്രമിച്ചു. ഇന്ത്യക്ക് വിൽക്കാൻ ശ്രമിക്കുന്നതും ഇതേ ജെറ്റാണ്. A-16 ജെറ്റും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഈ വാർത്തകൾ നിങ്ങൾക്ക് അമേരിക്കൻ TVയിൽ കാണാനാവില്ല. എന്തിനേറെ, US നാവികസേനയുടെ 70 മില്യൺ വിലയുള്ള A-18 ജെറ്റുകളുടെ 3 എണ്ണം നഷ്ടമായി. ഒന്ന് സ്വന്തം സൈന്യം തകർത്തു. മറ്റ് 2 എണ്ണം അവയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവ ചെങ്കടലിൽ വീണു. വലിയ വിമാനവാഹിനി കപ്പലായ USS ഹാരിസ് ട്രൂമാൻ ഹൂതി ആക്രമണങ്ങളെ മറികടക്കാൻ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞപ്പോൾ 2 F-18 വിമാനങ്ങൾ കളിപ്പാട്ടങ്ങൾ പോലെ ഡെക്കിൽ നിന്ന് വെള്ളത്തിലേക്ക് തെന്നി വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച നാവികസേനയെക്കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. പിന്നെ MQ-9 റീപ്പർ ഡ്രോണുകൾ, 30 മില്യൺ വിലയുള്ള 15 ഡ്രോണുകൾ ഹൂതികൾ തകർത്തു. മൊത്തം 700 മില്യൺ നഷ്ടം. കഴിഞ്ഞയാഴ്ച ഡൊണാൾഡ് ട്രംപ് മറ്റൊരു കഥയുമായി എത്തി. മെയ് 6 ഹൂതികൾ യുദ്ധം ചെയ്ത് മടുത്തുവെന്നും ഒരു കരാർ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അവർ തീർന്നു, അദ്ദേഹം അവകാശപ്പെട്ടു. US ആക്രമണങ്ങൾ നിർത്തുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ അടുത്ത ദിവസം തന്നെ ഹൂതികൾ USS ഹാരിസ് ട്രൂമാന് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചു. ആരാണ് ഇവിടെ സമാധാനത്തിനായി യാചിക്കുന്നത്? ഹൂതികളോ അമേരിക്കക്കാരോ? പരാജയങ്ങൾ മൂടിവയ്ക്കാൻ അമേരിക്കൻ മാധ്യമങ്ങൾ എത്ര ശ്രമിച്ചാലും സത്യം മറഞ്ഞു പോകില്ല.